ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. Red Carpet. Stay tuned for your favorite celebrity. Hi, hello, നമസ്കാരം and welcome to Red Carpet with RJ ഏലിക്കുട്ടി. ഇന്നത്തെ റെഡ് കാർപ്പറ്റില് നമ്മുടെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. നൗഫൽ ചേട്ടനാണ്. ഒരുപാട് മലയാളം സിനിമകളിലൂടെയൊക്കെ അഭിനയിച്ച് ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ എല്ലാവരും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിട്ടുള്ള ലോക മൂവിയിലെ കുഞ്ഞു നീലിയുടെ അച്ഛന്റെ കഥാപാത്രം ചെയ്തിട്ടുള്ള ആള് കൂടിയാണ് നമ്മുടെ നൗഫൽ ചേട്ടൻ. അപ്പോൾ നൗഫൽ ചേട്ടന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ദിവസം നമ്മുടെ റെഡ് കാർപ്പറ്റിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. സോ നൗഫൽ ചേട്ടാ, വെൽക്കം ടു റെഡ് കാർപ്പറ്റ്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? വിശേഷം ഇപ്പൊ ഏറ്റവും വലിയ വിശേഷം ലോക 300 കോടിയിലോട്ട് അടുക്കുന്നു. അതാണ് ഏറ്റവും വലിയൊരു സന്തോഷം. എങ്ങനെയായിരുന്നു ഈ ഒരു മൂവിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നേ? അത് ഞാൻ ഓഡീഷൻ വഴിയാണ് എത്തിയത് ഈ സിനിമയിലോട്ട്. എറണാകുളത്തായിരുന്നു ഓഡീഷൻ. ഓഡീഷൻസിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ അറിഞ്ഞത്? ചേട്ടൻ പണ്ട് തൊട്ടേ ഒരു മൂവി ഫീൽഡിൽ നിൽക്കുന്ന ഒരാളാണോ? അതെ, ഞാനൊരു 10-12 വർഷമായിട്ട് സിനിമയ്ക്ക് വേണ്ടി ട്രൈ ചെയ്തോണ്ടിരിക്കുന്ന ആളാണ്. അപ്പൊ ഞാൻ ഇതിനു മുമ്പ് അന്വേഷിപ്പിൻ കണ്ടെത്തം എന്ന് പറഞ്ഞൊരു മൂവി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ കാസ്റ്റിംഗ് ഡയറക്ടർ ആയിരുന്നു വിവേകാനന്ദ് അനിരുദ്ധ്. പുള്ളി തന്നെയായിരുന്നു ഈ ലോക സിനിമയുടെ കാസ്റ്റിംഗ് ഡയറക്ടർ. അപ്പം അദ്ദേഹം എറണാകുളത്തോട്ട് വിളിക്കുകയും അങ്ങനെ ഞാൻ എറണാകുളത്ത് പോയി ഓഡിഷനിൽ പങ്കെടുത്താണ് എനിക്ക് ഈ പടത്തിലോട്ടൊരു വേഷം കിട്ടിയത്. അപ്പൊ ഈ ഒരു സിനിമ ജേർണി ശരിക്കും എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മഹേഷിന്റെ പ്രതികാരം എന്ന് പറഞ്ഞ ഒരു സിനിമയിലാണ് എനിക്ക് ആദ്യമായിട്ട് ചെറിയൊരു വേഷം കിട്ടുന്നത്. അതിങ്ങനെ സെറ്റുകളിലൂടെ ഒക്കെ നടന്ന് ഇങ്ങനെ അതിന്റെ ഡയറക്ടറായ ദിലീഷ് പോത്തൻ സാറുമായിട്ട് കോണ്ടാക്ട് ഉണ്ടായി. അങ്ങനെ ചെറിയൊരു വേഷം ആ പടത്തിൽ ചെറിയൊരു വേഷമാണ്. അങ്ങനെ മുഖം കാണിക്കാനായിട്ട് ഒരു ഭാഗ്യം ഉണ്ടാകുന്ന അങ്ങനെയാണ്. അവിടെ നിന്നാണ് എന്റെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം പിന്നീട് ഏതൊക്കെ സിനിമകളിലാണ് അഭിനയിച്ചിട്ടുള്ളത്? ഞാൻ അങ്കമാലി ഡയറീസ്, ജല്ലിക്കെട്ട്, അമ്പിളി, മർദോണ, പിന്നെ ചട്ടമ്പി എന്ന സിനിമയില് സുനിൽ എന്നൊരു ത്രൂ ഔട്ട് ഒരു ക്യാരക്ടർ ചെയ്യാൻ സാധിച്ചു. അഭിലാഷ് കുമാർ സാർ ഡയറക്ട് ചെയ്ത പടമായിരുന്നു. പിന്നെ ഡോൺ പാലത്ര ഡയറക്ട് ചെയ്ത അതൊരു ഈ 5K മൂവി വിനയ് നായകന ഫാമിലി എന്ന് പറയുന്ന പടം. അങ്ങനെ കുറച്ച് പടങ്ങളിലൊക്കെ ഭാഗവാനായിട്ട് സാധിച്ചു. ഓക്കെ, അപ്പം ഇത്രയും മൂവീസിലൊക്കെ ഇങ്ങനെ ഭാഗമായപ്പോ ഏത് മൂവിയുടെ സെറ്റില് അഭിനയിച്ചതാണ് ഏറ്റവും കൂടുതൽ മെമ്മറബിൾ ആയിട്ട് മനസ്സിൽ നിൽക്കുന്നത്? നമ്മളൊരു തുടക്കക്കാരെന്നുള്ള എല്ലാ സിനിമയിലും നമ്മൾ ഓരോരോ അനുഭവങ്ങളുണ്ട്. നമുക്ക് ഓരോന്ന് കണ്ടുപിടിക്കാനും ഓരോ പടത്തിലും ഓരോ ടൈപ്പ് സിറ്റുവേഷൻ ആയിരിക്കുമല്ലോ. അപ്പൊ നമുക്കെല്ലാം ഓരോരോ പുതിയ പാഠങ്ങളാണ്. അപ്പൊ എല്ലാം ഭയങ്കര പ്രഷ്യസ് ആയിട്ട് തന്നെ കാണും. എന്നാലും ഏത് മൂവിയാണ് കുറച്ചുകൂടി ഏറ്റവും ഇഷ്ടം? ഏറ്റവും ഇഷ്ടമൊന്നുമില്ല, പക്ഷെ നമ്മള് ചെയ്തതില് കുറച്ച് ലെങ്ത് ഉള്ള ക്യാരക്ടർ ചെയ്തത് ചട്ടമ്പി എന്ന മൂവിയില് സുനിൽ എന്ന ക്യാരക്ടറാണ് കുറച്ച് ലെങ്ത് ആയിട്ട് നമുക്ക് ചെയ്തത്. പിന്നെ ഇത് ഈ ലോക എന്ന് പറഞ്ഞ മൂവിയിൽ നമുക്ക് ഭയങ്കര പുതിയ അനുഭവമായിരുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫേമസ് കൊറിയോഗ്രാഫർ യാനിക് ബെൻ, വൺ ഓഫ് ദ സൂപ്പർ ക്യാമറാമാൻ നിമിഷ് ഷെവി, അപ്പം ഇതിന്റെ ഡയറക്ടർ ഡൊമിനിക് ചേട്ടൻ, അങ്ങനെ ഒരു വേഫർ ഫിലിം പോലുള്ള വലിയ ബാനർ. അപ്പം ആദ്യം പങ്കെടുക്കാൻ സാധിച്ച ഞാൻ അഭിനയ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സിനിമയുടെ ക്യാൻവാസിലുണ്ടായ സിനിമ ലോകയാണ്. അപ്പൊ ആ തെറ്റി എനിക്കന്ന് ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ്. അപ്പൊ ശരിക്കും ഈ ഒരു അഭിനയം എന്ന് പറയുന്നത് കുട്ടിക്കാലം തൊട്ടുള്ള ഒരു പാഷൻ ആയിരുന്നു? എങ്ങനെയാണ് അഭിനയിക്കണം അല്ലെങ്കിൽ ഒരു മൂവിയിൽ മുഖം കാണിക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്? നമുക്ക് ഒരു +2 ശേഷമൊക്കെയാണ് സിനിമയിലോട്ട് അഭിനയിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. കുട്ടിക്കാലം തൊട്ട് അങ്ങനെയില്ല. അതിനുശേഷം നമുക്ക് അഭിനയിക്കണം എന്നൊരു അതിയായ ആഗ്രഹം ഒരു നമ്മള് കുറച്ച് ഈ ഷോർട്ട് ഫിലിമുകള്, നാട്ടിലുള്ള കുറച്ച് ആൽബംസ്, അങ്ങനെയൊക്കെ ട്രൈ ചെയ്താണ് സിനിമയിലോട്ട് നമുക്ക് എത്തിപ്പെടാൻ പറ്റും. സെറ്റുകളിൽ പോയി കോണ്ടാക്ട് ഉണ്ടാക്കിയാണ് കൂടുതലായിട്ടും സിനിമയിലോട്ട് എനിക്ക് ചാൻസുകൾ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ ചേട്ടൻ നേരത്തെ പറഞ്ഞു മഹേഷിന്റെ പ്രതികാരത്തിലൂടെയാണ് ആദ്യമേ മൂവി വേൾഡിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് എന്നത്. അപ്പൊ ആ ഒരു ഇത്രയും വലിയൊരു ക്രൂവിന്റെ കൂടെ ആ ഒരു സെറ്റിൽ വന്ന സമയത്ത് ആദ്യമായിട്ട് ക്യാമറ ഫേസ് ചെയ്തപ്പോ ഉണ്ടായിരുന്ന ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ? നമുക്കെല്ലാം ഒരു പുതിയ അനുഭവമാണല്ലോ. നമ്മൾ ഒരുപാട് നാൾ ആഗ്രഹിച്ച ഒരു സാധനം നമ്മുടെ കൺമുന്നിൽ കിട്ടുമ്പോൾ ഉള്ള ഒരു എക്സൈറ്റ്മെന്റ് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു സിനിമ ഒരു ചെറിയ പാട്ട് ആകാനായിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ ആ സമയത്ത് നമ്മൾ എന്തോ അച്ചീവ് ചെയ്ത ഒരു ഫീൽ ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നു. പിന്നെ ആ പടം ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മളുള്ള സുഹൃത്തുക്കളും കാര്യങ്ങളൊക്കെ കട്ടപ്പനയിലുള്ളവര് തിരിച്ചറിഞ്ഞിട്ട് അങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം. അപ്പൊ അതൊക്കെ നമുക്ക് ഇൻസ്പിറേഷൻ ആയിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു പോസിറ്റീവായ മൂവ്മെന്റ് ആയിരുന്നു. അതുപോലെ തന്നെ ചേട്ടൻ ബേസിക്കലി ഒരു കട്ടപ്പനക്കാരനാണ്. അപ്പോ ഈ ഒരു ലോക മൂവിയൊക്കെ റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു മൂവി കണ്ടതിന് ശേഷം അവിടുത്തെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയൊക്കെ എന്താ പറഞ്ഞത്? ഇവിടുത്തെ എല്ലാ ഫ്രണ്ട്സും, ഫാമിലീസ്, അതുകൂടാതെ ഇവിടുത്തെ വിവിധ സംഘടനകൾ, മീഡിയ, അങ്ങനെ ഒരുപാട് പേര് എന്നെ ഒരുപാട് പ്രോഗ്രാമിലോട്ട് വിളിച്ചു, അപ്രിസിയേഷൻ ചെയ്തു. ഫോണിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും എല്ലാം ഭയങ്കര സപ്പോർട്ടാണ് തരുന്നത് എന്റെ നാട്ടിൽ. അതുകൂടാതെ പിന്നെ പുതിയ അനുഭവം എന്ന് പറയാൻ നമ്മളെ ഇത്രയും നാൾ നമ്മൾ ചെയ്ത വേഷങ്ങൾ ചെറിയ വേഷം നമ്മൾ അറിയാവുന്നവർക്ക് അറിയത്തുള്ളായിരുന്നു. ഇപ്പൊ നമ്മളെ അറിയത്തില്ലാത്ത ആൾക്കാരൊക്കെ നമ്മളെടുത്ത് വന്ന് ഇന്ന ക്യാരക്ടർ ചെയ്തതല്ലേ, നമ്മൾ കണ്ടിട്ടില്ലാത്ത ആൾക്കാർ വരെ നമ്മളോട് ഒന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ നമുക്ക് ലോകം കൊണ്ട് കിട്ടിയ പുതിയ അനുഭവമായിട്ട് കാണുന്നു. നമ്മുടെ നാട് ഭയങ്കര സപ്പോർട്ടാണ് നമുക്ക് തരുന്നത്.
തീർച്ചയായിട്ടും അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ചേട്ടൻ എന്നോട് പറഞ്ഞ മൂവീസ് അങ്കമാലി ഡയറീസ് ആണെങ്കിലും മഹേഷിന്റെ പ്രതികാരമാണെങ്കിലും അടിപൊളി ഡയറക്ടേഴ്സ് അടിപൊളി ക്രൂവിന്റെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ? അപ്പൊ ഓരോരുത്തരുടെയും ആ ഒരു ഷൂട്ടിംഗ് പാറ്റേണും കാര്യങ്ങളും ഒക്കെ വ്യത്യസ്തപ്പെട്ടിരിക്കില്ലേ? അപ്പൊ എങ്ങനെയാണ് ആ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ ആയിട്ട് പെട്ടെന്ന് അങ്ങോട്ട് അഡ്ജസ്റ്റഡ് ആവുന്നതും ഒക്കെ? നമ്മള് ചെല്ലുമ്പോ ഓരോരുത്തർക്കും ഓരോ സ്പെഷ്യാലിറ്റി ആണല്ലോ. നമുക്കിതെല്ലാം പുതിയ പുതിയ അനുഭവങ്ങളാണ്. ഓരോ സെറ്റ് ചെല്ലുമ്പോ ഓരോ ടെക്നിക്കലായിട്ടുള്ള ഓരോ ആൾക്കാർ കാണും. ഇപ്പൊ അങ്കമാലി ഡയറീസും ജല്ലിക്കട്ടിലൊക്കെ ചെയ്തപ്പോ തന്നെ ലിജോ ചേട്ടൻ LJP-യുടെ മൂവി വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ വലിയ ഭാഗ്യമാണ്. അപ്പൊ പിന്നെ അതിന്റെ DOP ഗിരീഷ് ഗംഗാധരൻ സാറായിരുന്നു. പുള്ളി ഇപ്പം രജനീകാന്തിന്റെ മൂവിയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ അവരുടെ കൂടെയൊക്കെ അവർ വർക്ക് ചെയ്യാൻ പറ്റിയത് അവരെയൊക്കെ കാണാനും സംസാരിക്കാനും ഒരു പരിചയപ്പെടാനൊക്കെ പറ്റിയത് തന്നെ നമ്മുടെ വലിയ ഭാഗ്യമായിട്ട് കാണുന്നു. എല്ലാ സെറ്റിലും എല്ലാവരും നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സെറ്റിലുള്ള എൻ്റെ ക്രൂവിന്റെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുക. അവരെല്ലാം ഞാൻ ഈ അവസരത്തിൽ വർക്ക് ചെയ്യും. കമ്മിങ് ബാക്ക് ടു നമ്മുടെ ലോക മൂവിയുടെ വിശേഷങ്ങള്, ഇപ്പോൾ ചേട്ടൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സീനിനൊക്കെ പറയുന്നത് ആ ഒരു കാടിന്റെ ഉള്ളിലുള്ള കുറെ ഷോട്ടുകളൊക്കെയാണ്. അപ്പം ഏറ്റവും കൂടുതൽ ഈ ഒരു സിനിമയിൽ എല്ലാവരും ഡിസ്കസ് ചെയ്തിട്ടുള്ളതും ആ ഒരു ഭാഗത്ത് നടത്തിയിട്ടുണ്ടായിരുന്ന ഷൂട്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ എത്ര ദിവസത്തെ ഒരു ഷെഡ്യൂൾ ആയിരുന്നു അവിടുത്തെ ഷൂട്ടിംഗ് ഒക്കെ? ഞങ്ങൾക്കൊരു 13-14 ദിവസത്തെ ഷെഡ്യൂൾ ഉണ്ടായിരുന്നു. ആദ്യമേ നമ്മൾ അതിനകത്തൊരു കേവ് കാണിക്കുന്നുണ്ട്. അത് കണ്ണൂർ ഇരട്ടിയിലാണ് ഷൂട്ട് ചെയ്തത്. ബാക്കി ഫോറസ്റ്റ് ഭാഗമെല്ലാം നമുക്ക് ഷൂട്ട് ചെയ്ത് അതിരപ്പള്ളി ഫോറസ്റ്റിനുള്ളിലാണ്. ഏകദേശം ഒരു 12 ദിവസം 10-200 ക്രൂ മെമ്പേഴ്സ് എല്ലാം അവിടെ കൂടിയാണ് ആ ഷൂട്ടിൽ നമ്മളുണ്ടായിരുന്നത്. കാടിനകത്തായിരുന്നു, റേഞ്ച് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ മേക്കപ്പ് കാര്യങ്ങളൊക്കെ നിങ്ങൾ പടത്തിൽ കണ്ടോളാണ്. നമ്മൾ ഏകദേശം ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ സെറ്റിൽ എത്തേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു. 4 മണിക്ക് എത്തി നമ്മുടെ മേക്കപ്പ് ഡ്രസ്സിങ് എല്ലാം ചെയ്ത് ഞങ്ങളൊരു 6 മണിയാകുമ്പോൾ സെറ്റിൽ വനത്തിനുള്ളിൽ കയറി കഴിഞ്ഞാൽ വൈകിട്ട് ഡേറ്റ് പോയി കഴിയുമ്പോഴാണ് നമ്മൾ തിരിച്ച് ഇറങ്ങുന്നത്. അത് പിന്നെ യാനിക് ബെന്നെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ അങ്ങനത്തെ ഒരു ഫൈറ്റ് മാസ്റ്റർ, അവരുടെ കൊറിയോഗ്രാഫി, ഇതെല്ലാം നമുക്ക് കൺമുന്നിൽ കാണുക എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ഒരു ഭാഗ്യമായിട്ട് കാണും. നമ്മൾ നോക്കുവാണെങ്കിൽ ആ ഒരു കാടിന്റെ ഉള്ളിലുള്ള ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ റിയലി കണ്ട ഒരാളാണ് ചേട്ടൻ. പക്ഷേ പിന്നെ സ്ക്രീനിലേക്ക് വന്നപ്പോഴത്തേക്കും ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ദുർഗ തന്നെയാണെങ്കിലും കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. സ്ക്രീനിലേക്ക് വന്നപ്പോൾ കുറെ കാര്യങ്ങൾ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി, അങ്ങനെ ആയിരുന്നില്ല ഷൂട്ട് ചെയ്ത സമയത്ത് ഉണ്ടായിരുന്നതൊക്കെ. അപ്പൊ അങ്ങനെയുള്ള എന്തൊക്കെ ചേഞ്ചസ് ആണ് ചേട്ടൻ ഓൺ സ്ക്രീനിൽ ആ ഒരു മൂവി കണ്ടപ്പോൾ തോന്നിയിട്ടുണ്ടായിരുന്നത്? നമുക്ക് ദുർഗനെ പറ്റി തന്നെ പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ദുർഗ ഒരു അത്ഭുതമായിരുന്നു നമുക്ക് ആ സെറ്റിൽ നിൽക്കുമ്പോൾ. കാരണം ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്. ഇപ്പൊ രാവിലെ ഒരു 7 മണിക്കൊക്കെ ഷൂട്ട് തുടങ്ങി കഴിഞ്ഞാൽ വൈകിട്ട് 4 മണി വരെ ഞാൻ പല ഇന്റർവ്യൂവിലും പറഞ്ഞു. പുള്ളിക്കാരി ഒരു ടയേർഡും ഇല്ലാതെ, ഒരു പ്രാവശ്യം പോലും ഒരു ടയേർഡ് പോലും ഇല്ലാതെയാണ് അത്രയും ദിവസം 12 ദിവസം ചെയ്ത്. നമ്മളെക്കാളും കൂടുതൽ ആക്ഷൻ കൊറിയോഗ്രാഫി ഒക്കെ ഇൻവോൾവ് ആയിരിക്കുന്ന ദുർഗയാണ്. അപ്പൊ നമ്മുടെ കൺമുന്നിൽ എന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര അത്ഭുതമാണ്. പിന്നെ അവരുടെ പേരൻസിന്റെ സപ്പോർട്ടിങ്, വിനോദേട്ടനാണെങ്കിലും ആ ചേച്ചിയൊക്കെ ആണെങ്കിലും ഭയങ്കര സപ്പോർട്ടീവാണ്. അവരുടെ പേരന്റിങ് നമ്മളെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തി. എനിക്കൊരു കുഞ്ഞുണ്ടായി വരുമ്പോ അങ്ങനെ വളർത്തണം എന്നൊരു ആഗ്രഹത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഇൻസ്പിറേഷൻ ആയിരുന്നു. അപ്പം ഔട്ട് ഓഫ് സിനിമ നോക്കുവാണെങ്കിൽ ചേട്ടന്റെ ഹോബീസും എന്തൊക്കെയാണ്? എന്റെ മെയിൻ പാഷൻ ആക്ടിങ് തന്നെയാണ്. ആക്ടിങ്ങിനോട്ടാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ സിനിമയെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാൻ ആഗ്രഹമുണ്ട്. സിനിമ തന്നെയാണ് നമ്മുടെ പാഷൻ, അൾട്ടിമേറ്റ് പാഷൻ എന്ന് പറയുന്നത് സിനിമ തന്നെയാണ്. അതർ ദാൻ ചേട്ടന്റെ പ്രൊഫഷൻ എന്താണ്? ചേട്ടൻ എന്താ ചെയ്യുന്നത്? ഞാൻ ഇവിടെ ഒരു ഇടുക്കിയിലെ ഡെയിലി ഫ്ലോർ എന്നൊക്കെ പറഞ്ഞൊരു ഓയിൽസ് ഉണ്ട്. അതിന്റെയൊക്കെ ഡിസ്ട്രിബ്യൂഷൻ, ഈസ്റ്റ് മാർക്കറ്റിംഗ് കമ്പനി എന്ന് പറഞ്ഞ ഡിസ്ട്രിബ്യൂഷൻ നടത്തിക്കൊണ്ട് വരികയാണ് ഇപ്പൊ നിലവിൽ. നമ്മള് ഇടുക്കി തന്നെയാണ്, കട്ടപ്പന തന്നെയാണ്. പിന്നെ ഒരു ഭാര്യയുണ്ട്, ഒരു കുട്ടിയുണ്ട്. ഇതൊക്കെയാണ് കുടുംബം. ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ ഈ ഒരു മൂവി ഫീൽഡിലേക്ക് എത്തുമ്പോൾ ഒരുപാട് ചലഞ്ചസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ടല്ലേ? ഇപ്പൊ ചേട്ടനെ പോലെ ഒരുപാട് ആളുകളും ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പൊ അവരോടൊക്കെ ചേട്ടന്റെ ഒരു പെർസ്പെക്റ്റീവില് കൊടുക്കാൻ പറ്റുന്ന ഒരു മെസ്സേജ് എന്താണ്? ഞാൻ എന്റെ അനുഭവം വെച്ചാൽ ആദ്യമൊക്കെ നമ്മൾ സെറ്റ് വഴിയൊക്കെ പോകുമ്പോൾ സെറ്റ് വഴി പോയി ഇങ്ങനെ കോണ്ടാക്ട്സ് ഒക്കെ ഒപ്പിച്ച് ആ കോണ്ടാക്ട് നമ്മൾ ലോങ് ടൈം കീപ്പ് ചെയ്യും. ഞാൻ ഇത്രയും നാൾ ഇന്ന് വരെയും ഇന്നും ഞാൻ ചാൻസ് ചോദിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും ഒരു 2 സിനിമാക്കാരെങ്കിലും ഞാൻ വിളിച്ച് ചാൻസ് ചോദിക്കാത്ത ഒരു ദിവസവും ഇല്ല എന്റെ ലൈഫിൽ ഇത്രയും വർഷത്തിന്റെ ഇടയ്ക്ക്. അപ്പൊ കുറെ വിളിക്കുമ്പോൾ ആരിലും ഒരാളൊക്കെ ഡിസ്റ്റർബൻസ് ആണെങ്കിൽ പോലും ഒരു സാധ്യത തരും. പിന്നെ ഓഡീഷൻസ് കണ്ടിന്യൂസ് ആയിട്ട് ഓഡീഷൻസ് ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ക്യാരക്ടറുകൾ കിട്ടാൻ എളുപ്പമാണ്. അപ്പൊ നമ്മൾ മാക്സിമം ഓഡീഷൻ അഴിക്കുക. നമ്മളിപ്പം ഒരു 10, 200, 500 ഓഡീഷനൊക്കെ അഴിക്കുമ്പോഴായിരിക്കും 2 എണ്ണത്തിനെ വിളിക്കുന്നത്. ഈ 2 എണ്ണത്തിനെ വിളിക്കുമ്പോഴും നമ്മൾ അത് ആ ഒരു ഡിഫിക്കൽറ്റി നോക്കാതെ, ഇപ്പൊ നമുക്ക് എറണാകുളത്താണോ അല്ലെങ്കിൽ കോഴിക്കോടാണെന്നൊക്കെ പറയുമ്പോഴും നമ്മുടെ മനസ്സും എടുക്കാതെ എവിടെയാണെങ്കിലും പോയി ആ ഓഡീഷനിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ക്യാരക്ടർ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഇതൊക്കെയാണ് ഞാൻ ഒരു ആക്ടിങ്ങിന് ട്രൈ ചെയ്യുന്നവർക്കോട് എനിക്ക് കൂടുതലായിട്ട് പറയാനുള്ളതാണ്. നമ്മൾ എന്ത് കഷ്ടപ്പാട് വന്നാലും പ്രതിസന്ധി വന്നാലും ഇതിന് പ്രയോറിറ്റി കൊടുത്ത് നാട്ടിൽ നിന്ന് കളിയാക്കുക
നക്കിളുകളും അങ്ങനത്തെ സാധ്യതകളൊക്കെ വരും. ഇതൊക്കെ നമ്മളെ നാളെ എല്ലാവരും തിരിച്ചു പറയും എന്ന ഒരു വിശ്വാസത്തിൽ നമ്മൾ മുന്നോട്ട് പോയാൽ ഉറപ്പായിട്ടും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ചേട്ടൻ പറഞ്ഞു 12th ശേഷമാണ് ഈ ഒരു ആക്ടിങ്ങിലേക്ക് പോകണം എന്നൊരു തോട്ട് വന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ളത്. അപ്പോൾ സ്കൂൾ ടൈമിലൊക്കെ ഡ്രാമാസിലൊക്കെ അഭിനയിക്കും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ? 10th ഞാൻ ഡ്രാമയിലൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ വലിയ ഡ്രാമയിലോട്ടൊന്നും പോയിട്ടില്ല. പിന്നെ ഇവിടെ തിയേറ്റർ നമ്മുടെ നാട്ടിലുള്ള ഒരു തിയേറ്ററിലൊക്കെ ഞാൻ ഒരു നാടകത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അപ്പം ആക്ടിംഗ് വർക്ക്ഷോപ്പുകളൊക്കെ നടക്കുന്ന സമയത്ത് അതിലൊക്കെ പോയി പങ്കെടുക്കാറുണ്ടോ? ഞാൻ 3-4 ആക്ടിംഗ് വർക്ക്ഷോപ്പുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ നെഗറ്റീവുകൾ അവർ പറഞ്ഞു തന്ന നമുക്ക് എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത് എന്നുള്ള പോസിറ്റീവ് ഒക്കെ നമുക്ക് ഈ ആക്ടിംഗ് വർക്ക്ഷോപ്പുകളിലൂടെ പങ്കെടുക്കുമ്പോൾ കിട്ടും. നമ്മൾ അഭിനയിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന രീതി ശരിയല്ല എന്ന് ഒരു തിരിച്ചറിവ് നമുക്ക് ആക്ടിംഗ് വർക്ക്ഷോപ്പുകളിൽ മറ്റൊരു ആൾക്കാർ ചൂണ്ടിക്കാട്ടുമ്പോൾ നമുക്ക് തിരുത്താനുള്ള ഒരു ഭയങ്കര ഒരു അവസരം നമുക്ക് ആക്ടിംഗ് വർക്ക്ഷോപ്പുകളിലൂടെ കിട്ടും. അതൊക്കെ എനിക്ക് ഒരുപാട് ഉപയോഗപ്പെട്ടിട്ടുണ്ട്. ഓക്കെ. ഫാമിലിയുടെ ഒരു സപ്പോർട്ടൊക്കെ എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിൽ നിൽക്കുമ്പോൾ? കാരണം നമുക്കറിയാം ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് മാത്രമാണ് ഈ ഒരു ഫീൽഡിൽ നമുക്കൊരു നമ്മുടേതായിട്ടുള്ള ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഫാമിലി എങ്ങനെയാണ് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്നത്? ആദ്യമേ അച്ഛനും അമ്മയൊക്കെ വലിയ സപ്പോർട്ടീവ് അല്ലായിരുന്നു. ഓപ്പണായിട്ട് പറഞ്ഞാൽ അവര് ചെറിയൊരു കച്ചവടക്കാരൊക്കെയാണ്. സിനിമ എന്ന ലോകത്തേക്ക് അവർക്ക് ഭയങ്കര അന്തരമുണ്ട്. അങ്ങനെ റെഗുലർ സിനിമ കാണുന്ന ആൾക്കാരൊന്നും അല്ലായിരുന്നു. ആദ്യമേ സപ്പോർട്ട് കുറവായിരുന്നു. പിന്നീട് ഇപ്പോഴാണ് അവർക്ക് കുറച്ചുകൂടെ ആൾക്കാർ പറഞ്ഞൊക്കെയാണ് കുറച്ചുകൂടെ മനസ്സിലാണ്. ഇപ്പം സപ്പോർട്ടീവ് ആണ്. അവന്റെ ആഗ്രഹത്തിന് ഒത്ത് പോട്ടെ എന്ന് പറയും. വൈഫ് ഭയങ്കര സപ്പോർട്ടീവ് ആണ്. നമ്മളിപ്പോ ഓഡീഷന് പോകണമെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്ക് നമ്മൾ സിനിമയായിട്ട് ബന്ധപ്പെട്ട് യാത്ര ചെയ്യുമ്പോഴൊക്കെയാണെങ്കിൽ എന്തെങ്കിലും ഇവിടുത്തെ ബിസിനസ് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം, നിങ്ങളുടെ ആഗ്രഹത്തിന്റെ പുറത്ത് പൊക്കോളൂ എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് എപ്പോഴും കല്യാണത്തിന് ശേഷമാണേലും ഇപ്പൊ ഏത് ടൈമിലും നമുക്ക് ഭയങ്കരമായിട്ട് സപ്പോർട്ട് വരുന്നുണ്ട് ഇന്ന് വരെ. അതുകൊണ്ടാണ് നമുക്ക് അവരുടെ സപ്പോർട്ട് കൂടെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പെടാൻ പറ്റുന്നത്. ഒരിടത്ത് എത്തിയെന്നല്ല ഞാൻ പറയുന്നത്, നമ്മൾ എന്തെങ്കിലും ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തു പോകുന്നത്. ഇനി ഭാവിയിലേക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ ഏതൊക്കെ ഡയറക്ടേഴ്സിന്റെ കീഴിൽ വർക്ക് ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത്? അതുപോലെ ഏതാണ് ഡ്രീം റോൾ നൗഫൽ ചേട്ടന്റെ? അങ്ങനെ ഡ്രീം റോൾ ആയിട്ട് എനിക്ക് എന്റെ കാഴ്ചപ്പാടില്ല. നല്ല വേഷങ്ങൾ കിട്ടിയാൽ അത് ഏറ്റവും ഭംഗിയായിട്ട് സ്ക്രീനിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു ആഗ്രഹമാണ് എനിക്ക്. പിന്നെ നമ്മുടേതായ നമ്മളിപ്പോൾ വേറെ എവിടെയെങ്കിലും ചെന്നാൽ ഒരു നടന്ന ലെവൽ തിരിച്ചറിയണം എന്നൊരു ആഗ്രഹം ഭയങ്കരമായിട്ടുണ്ട്. നമ്മളെ അറിയാവുന്നവരല്ലാത്ത ആൾക്കാര് വെച്ച് തിരിച്ചറിയണം. പിന്നെ നമുക്ക് കിട്ടുന്ന വേഷങ്ങൾ അത് ഏത് ഡയറക്ടർ ആണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ ഏറ്റവും മാക്സിമം ഔട്ട്പുട്ട് കൊടുക്കണം, നല്ല ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ട്. അതിനുവേണ്ടി എന്ത് എഫേർട്ട് എടുക്കാനും ഞാൻ റെഡിയാണ്. ആ ഒരു മനസ്സിലൂടെയാണ് ഇപ്പൊ നിൽക്കുന്നത്. ഓക്കെ. അഭിനയം മാത്രമാണോ ഈ ഒരു മൂവി വേൾഡിൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അതോ ഇനി പതുക്കെ ഡിറക്ഷൻ, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് അങ്ങനെ എന്തിലേക്കൊക്കെ ഒന്ന് മാറണം എന്ന് ആഗ്രഹം തോന്നാറുണ്ടോ? ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മൾ ടെക്നിക്കലായിട്ടൊന്നും അതിന്റെ ഒരു ഇതിലോട്ട് ഡീപ്പായിട്ട് പഠിച്ചിട്ടില്ല. അപ്പം ഭാവിയിലോട്ട് സിനിമയിലോട്ട് ഒരു പ്രൊഫഷനാക്കി മാറ്റുമ്പം ആ രീതിയിലൊക്കെ ദൈവം അനുഗ്രഹിച്ചാൽ എങ്ങനെ എത്തിപ്പെടണം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്. പിന്നെ ഒരു ഷോർട്ട് ഫിലിമുകൾക്കൊക്കെ 1-2 ഷോർട്ട് ഫിലിമുകൾക്ക് കഥയൊക്കെ എഴുതി അതൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് നമ്മുടെ നാട്ടിൽ തന്നെ 2-3 ഷോർട്ട് ഫിലിമുകളുടെ കഥയുടെ ഒക്കെ ഭാഗമായിട്ട് സാധിച്ചിട്ടുണ്ട് ഇതുവരെ. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു ഒരുപാട് വലിയ ക്രൂവിന്റെ കൂടെയാണ് ചേട്ടൻ നേരത്തെയുള്ള വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ളത്. അതിനൊപ്പം തന്നെ ഒരുപാട് കോ ആക്ടേഴ്സിന്റെ ഒക്കെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അവരിലൊക്കെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ആയിട്ടുള്ളത് ആരുടെ വർക്കിന്റെ കൂടെ നിന്നപ്പോഴാണ്? നമ്മളിപ്പം വലിയ ലെജൻസിന്റെ ഒക്കെ മുന്നിൽ നിന്ന് വർക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എല്ലാവരും ഓരോരോ പാഠങ്ങളാണ് നമുക്ക് തരുന്നത്. പല ആക്ടേഴ്സിന്റെ ഇപ്പൊ ഫാഫ ആണെങ്കിലും ആസിഫ് ആണെങ്കിലും ടോവിനോ ചേട്ടനായാലും എല്ലാവർക്കും അവരുടെ എബിലിറ്റി ഉണ്ട്. അപ്പൊ നമുക്ക് എല്ലാവരുടെ അടുത്തും നമുക്കാണ് പഠിക്കാനുള്ളത് കൂടുതലായിട്ട്. അപ്പൊ എല്ലാവരുടെ അടുത്തേക്കുമ്പോൾ നമുക്ക് പുതിയ അനുഭവങ്ങൾ കണ്ടു പഠിക്കാനാണ് നമ്മളെ പോലുള്ള ബിഗിനേഴ്സിന് സാധിക്കുന്നത്. അതൊരു വലിയ ഭാഗ്യമായിട്ട് കാണുന്നു. ഓക്കെ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് നൗഫൽ ചേട്ടാ നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തതിൽ, ഒരുപാട് വിശേഷങ്ങൾ നമ്മളുമായിട്ട് പങ്കുവെച്ചതിലും ഒക്കെ. അപ്പൊ എന്തായാലും ചേട്ടന്റെ ആഗ്രഹം പോലെ ഇനിയും ഒരുപാട് ലെജൻഡറി ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യാനും ഒരുപാട് ചേട്ടൻ ആഗ്രഹിച്ചതുപോലുള്ള വലിയ ലീഡ് റോളുകളിലേക്കൊക്കെ എത്താനായിട്ടുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ കേട്ടോ. റെഡ് കാർപ്പറ്റ്, എ ഡേ വിത്ത് യുവർ ഫേവറേറ്റ് സെലിബ്രിറ്റീസ്. നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ എത്തുന്നു ആശ്രയ FM 90 കേൾക്കാം റെഡ് കാർപ്പറ്റ് സെലിബ്രിറ്റി ചാറ്റ് ഷോയിലൂടെ എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 7 മണി മുതൽ 10 മണി വരെ. സ്റ്റേ ട്യൂൺഡ്.